അടുക്കരാസ്ക കർത്ത ഹാജരായി കഴിഞ്ഞാൽ ഇ ഡിയുടെ മുന്നിൽ ഹാജരായി കഴിഞ്ഞാൽ അടുത്ത നോട്ടീസ് വീണക്കായിരിക്കും. ഇപ്പോൾ പലപ്പോഴും ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് നോട്ടീസ് പോലും അയക്കുന്നില്ല, എന്തുകൊണ്ട് വിളിപ്പിക്കുന്നില്ല എന്നുള്ളത്. പക്ഷേ ഇതിൽ ഇവർക്ക് പങ്കില്ലെങ്കിൽ എന്തുകൊണ്ടാണ് എസ് എഫ് ഐ ഒ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത്? ഇവിടെ KSIDC ഇതൊക്കെ ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണം എടുത്തിട്ടല്ലേ, ലക്ഷങ്ങൾ ചിലവാക്കിയല്ലേ, കപിൽ സിബലിനെ പോലുള്ള ആളുകളെയൊക്കെ സുപ്രീം കോടതിയിൽ ഇറക്കിയല്ലേ അത് തടയണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയത്. നോക്കൂ, മടിയിൽ കനവില്ലെങ്കിൽ എന്തിനാണ് സാർ അന്വേഷണം നടക്കട്ടെ, നിങ്ങൾ തെറ്റ് ചെയ്തില്ലെങ്കിൽ എല്ലാ ഇടപാടുകളും സുതാര്യമാണെങ്കിൽ പിന്നെ എന്തിനാണ് ഭയക്കുന്നത്? ഇപ്പോൾ തോമസ് ഐസക്ക് പോലും ഇ ഡിയുടെ മുന്നിൽ ഹാജരാകുന്നില്ലല്ലോ. കോടതി പറഞ്ഞു അറസ്റ്റ് ചെയ്യില്ല, ആ ഒരു ഉറപ്പ് കൊടുത്തിട്ട് പോലും എന്തുകൊണ്ടാണ് ഹാജരാവാത്തത്? എന്തിനാണ് ഭയക്കുന്നത്? നിങ്ങൾ അന്വേഷണ ഏജൻസികളുടെ മുന്നിൽ പോയി നിങ്ങളുടെ സത്യസന്ധത തെളിയിക്കൂ, അല്ലെങ്കിൽ നിരപരാധിത്വം തെളിയിക്കൂ. നമ്മുടെ കേന്ദ്ര ഏജൻസികൾ ഇന്ത്യ ഒട്ടാകെ പ്രതിപക്ഷ നേതാക്കന്മാരെ വേട്ടയാടുന്നത് ഇത്തരത്തിലാണ് എന്നുള്ളതിന് ആയിരക്കണക്കിന് തെളിവുകൾ ഇന്ന് നിലവിലുണ്ട്. അപ്പൊ ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു പൗരൻ എന്ന നിലയിൽ സ്വാഭാവികമായും ആശ്രയിക്കാൻ കഴിയുക കോടതികളെയാണ്. ഏതൊരു അന്വേഷണ കേന്ദ്ര ഏജൻസികളുടെ റഡാറിൽ വരാത്ത എത്ര പ്രതിപക്ഷ നേതാക്കന്മാരുണ്ട് അഡ്വക്കേറ്റ് അസ്ക? വൈ കെജ്രിവാൾ, അല്ലെങ്കിൽ വൈ സിസോദിയ, വൈ ഹേമന്ത് സോറൻ, വൈ കവിത? ഈ പറയുന്ന ഈ ഇ ഡിയുടെ അന്വേഷണം എന്ന രീതിയിൽ ഓരോ പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെയും ഒരു അന്വേഷണം ആരംഭിക്കുകയും അവർ BJP പാളയത്തിലെത്തിയാൽ പിന്നീട് ഒരു അന്വേഷണം നടന്നിട്ടില്ല. ഇന്ത്യയിലെ അക്കാര്യത്തിൽ 125 കേസുകൾ ഇ ഡി കഴിഞ്ഞ 5 കൊല്ലത്തിനിടെ എടുത്തപ്പോ അത് 121 കേസും പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെയാണ്. അതാണ് ഇന്ത്യയുടെ കേന്ദ്ര ഏജൻസി ആയിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കണക്ക് നമ്മുടെ മുന്നിലുള്ളപ്പോ എങ്ങനെയാണ് ഇ ഡി ഇങ്ങനെ വിശുദ്ധ പശുവായി നമുക്ക് അങ്ങനെ പറഞ്ഞ അഴിമതിയെ ന്യായീകരിക്കാൻ പറ്റുമോ? അങ്ങനല്ല, ഇ ഡി സത്യസന്ധമായി കൂട്ടിലടയ്ക്കാത്ത തത്തയായി അന്വേഷണ ഏജൻസികൾ മാറാത്തിടത്തോളം കാലം ജുഡീഷ്യറി എന്ന് പറയുന്ന മറ്റൊരു തൂണിനെ, ജനാധിപത്യത്തിന്റെ മറ്റൊരു തൂണിനെ ആശ്രയിക്കുക എന്ന് പറയുന്നത് ഏതൊരു പൗരന്റെയും അവകാശമാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ഭരണകൂടം പറഞ്ഞു, അല്ലെങ്കിൽ പ്രധാനമന്ത്രി പറഞ്ഞു, അല്ലെങ്കിൽ ബന്ധപ്പെട്ട മന്ത്രി പറഞ്ഞു, അതുകൊണ്ട് അങ്ങ് കേസെടുത്തേക്കാം എന്ന് പറഞ്ഞ് തുനിഞ്ഞിറങ്ങുമോ? കാരണം അധികാരത്തിലിരിക്കുന്നവർ മാറിപ്പോകും, പക്ഷെ ഉദ്യോഗസ്ഥനായി തുടരുമല്ലോ. അങ്ങനെ ഒരു ചാലഞ്ച്, വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് എത്ര ഉദ്യോഗസ്ഥന്മാർ ഇത്തരം കേസുകളിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകും? നോക്കൂ, അപ്പൊ അത് ബാലിശമായിട്ടുള്ളൊരു വാദമല്ലേ അഡ്വക്കേറ്റ് അസ്ക? ഇല്ലല്ല, 10 കൊല്ലം മുമ്പ് BJPയുടെ വാദം ഇതുതന്നെയായിരുന്നു. UPA ഭരണകാലത്തും അതിനു മുമ്പ് കോൺഗ്രസിന്റെ ഭരണകാലത്തും കേന്ദ്ര ഏജൻസികളെ കൂട്ടിലടച്ച തത്തയായി കണ്ടിരുന്നത് മറ്റാരുമായിരുന്നില്ലല്ലോ. BJP അടക്കം ഇത്തരം വാദമുഖങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരുന്നതാണ്. BJP കഴിഞ്ഞ 10 കൊല്ലമായി ഇന്ത്യ ഒട്ടാകെ പ്രതിപക്ഷ നേതാക്കളുടെ തങ്ങളുടെ വരുതിയിലാക്കുന്നതിനു വേണ്ടി നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായി കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയല്ലായിരുന്നു എങ്കിൽ BJP പാളയത്തിലേക്ക് എത്തിയ ഒരു ഡസനിലധികമുള്ള മറ്റ് പ്രതിപക്ഷ നേതാക്കന്മാരെ എന്തുകൊണ്ട് വീണ്ടും അന്വേഷണത്തിന്റെ പരിധിയിൽ രാഷ്ട്രീയത്തിൽ പലതും സംഭവിക്കും. അങ്ങനെ ചെയ്യാൻ രാഷ്ട്രീയത്തിൽ പലതും സംഭവിക്കും. മിടുക്കുള്ളവർ അവരുടെ കൂടെ നിർത്തും, കൂടുതൽ പേരെ കൊണ്ടുവരും, നേതാക്കന്മാരെ കൊണ്ടുവരും. അതവരുടെ രാഷ്ട്രീയ മിടുക്കാണ്. രാഷ്ട്രീയത്തിലെ സത്യസന്ധതയും രാഷ്ട്രീയത്തിലെ ധാർമ്മികതയും അല്ലല്ലോ പ്രശ്നം. ഇ ഡിയുടെ ധാർമ്മികതയാണ് ഇവിടെ പ്രശ്നം. ഇ ഡിക്ക് രാഷ്ട്രീയമുണ്ടോ? ഇ ഡിക്ക് ധാർമ്മികതയുണ്ടോ? കേന്ദ്ര ഏജൻസികൾക്ക് ധാർമ്മികതയുണ്ടോ? രാഷ്ട്രീയമുണ്ടോ? അല്ല, അവിടെയാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ കേജ്രിവാളിനെ പോലുള്ള, സിസോദിയെ പോലുള്ളവർക്ക് തങ്ങളെ അറസ്റ്റ് ചെയ്ത, തെറ്റൊന്നും ചെയ്യാതെ തങ്ങളെ ഇത്രയും കാലം തടവറയ്ക്കുള്ളിൽ ആക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടിക്ക് പോവാലോ. അങ്ങനെ ആ നിയമ നടപടികളാണ് രാജ്യത്ത് നടന്നുകൊണ്ടേയിരിക്കുന്നത്. നിങ്ങൾ കരുതുന്നത് പോലെ അടിയന്തരാവസ്ഥയുടെ കിരാത നാളുകളിൽ ഇന്ത്യയിൽ BJPയുടെയും സംഘപരിവാറിന്റെയും നേതാക്കന്മാരെ തുറങ്കലിലടിച്ചില്ലേ? അപ്പൊ അന്ന് തുറങ്കലിലടയ്ക്കപ്പെട്ട സംഘപരിവാർ നേതാക്കന്മാരും അതുപോലെ BJPയുടെ നേതാക്കന്മാരും അങ്ങനെ അത്തരത്തിൽ കോടതി മുഖാന്തരം നിയമപരമായി പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടില്ലേ പിൽക്കാലത്ത്? നഷ്ടപരിഹാരം അടക്കം. അപ്പോ അതൊക്കെ രാഷ്ട്രീയത്തിലുള്ളതാണ്. പക്ഷെ ഇവിടെ നടക്കുന്നത് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചു. അഴിമതിയെക്കുറിച്ച് ഇപ്പൊ വാചകമടിക്കുകയാണല്ലോ BJPയും അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും. ലോക ചരിത്രത്തിലെ ഏറ്റവും കടുത്ത അഴിമതി, പകരം വെക്കാനാവാത്ത ഒരു അഴിമതിയായിരുന്നു ഇലക്ട്രൽ ബോണ്ടിലൂടെ നടത്തപ്പെട്ടിട്ടുള്ളത്.
ആ ഇലക്ട്രൽ ബോണ്ടിലൂടെ നടത്തപ്പെട്ട അഴിമതിയുടെ ആ കറ ഇന്നും BJP-യുടെയും കേന്ദ്ര ഭരണം നടത്തുന്ന ശ്രീ നരേന്ദ്രമോദിയുടെയും കൈകളിൽ പറ്റിയിരിക്കുന്നു എന്നുള്ളതല്ലേ വസ്തുത. ആരിൽ നിന്നും ഒരു പണം പോലും വാങ്ങാതെ കോടികളുടെ സഹസ്ര കോടികളുടെ ആസ്തിയുള്ള ഒരു പ്രസ്ഥാനമാണ് CPM. ഈ ഒരു മൂലക്കുള്ള ഒരു പ്രസ്ഥാനത്തിന് കോടികളുടെ ആസ്തി എങ്ങനെ ഉണ്ടായി? നിങ്ങൾ ബക്കറ്റ് പിരിവ് നടത്തിയാണോ ഇതൊക്കെ സംഭവിച്ചത്? അതുകൊണ്ട് ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ചൊന്നും അധികം പറയണ്ട. സാന്റിയാഗോ മാർട്ടിനെ പോലുള്ളവർ പിന്നെ മനസ്സറിഞ്ഞ് സഹായിച്ചത് ആരെയാണ് സാർ? സാന്റിയാഗോ മാർട്ടിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് ചിത്രത്തിൽ വരുന്നത്? അല്ല, ഒറ്റ കാര്യം എനിക്ക് ചോദിക്കാനുള്ളൂ. ഈ സാന്റിയാഗോ മാർട്ടിൻ ദേശാഭിമാനിക്ക് വാരിക്കോരി കൊടുത്തിട്ടല്ലേ ചിത്രത്തിൽ വരുന്നത്? ആണോ അല്ലയോ? BJP വാങ്ങിയിട്ടത് 1300 കോടി രൂപയാണ് BJP കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ ഇങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിയാണ്, കാലിൽ മന്ദം വെച്ചിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിയാണ്. അഴിമതിക്കാരും സഹായിക്കാൻ ആളുണ്ടാവും, കോർപ്പറേറ്റുകൾ വരും. നിങ്ങൾക്ക് എവിടെ നിന്നാണ് സാർ പണം? നിങ്ങളുടെ സ്രോതസ് എന്താണ്? നിങ്ങളുടെ സ്രോതസ് പറ. CPM പോലുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ സ്രോതസ് എന്താണ്? ധനസ്രോതസ് എന്താണ്? നിങ്ങൾ ഈ ബക്കറ്റ് പിരിവായിട്ടാണോ ഇത്ര കോടികൾ ഉണ്ടാക്കിയിരിക്കുന്നത്? നിങ്ങളുടെ കയ്യിലാണല്ലോ കേന്ദ്രത്തിന്റെ മുഴുവൻ ഏജൻസികളും ഉണ്ടല്ലോ. ഇപ്പോ അല്ല കരുവന്നൂർ കേസ് അന്വേഷിച്ചപ്പോഴാണല്ലോ 81 അക്കൗണ്ടുകൾ അത് പുറത്തു വന്നത്. കോടികളാണ് സാർ, കോടികളാണ്. നിങ്ങൾ ഈ പാവപ്പെട്ട അണികളെ ഇങ്ങനെ പറ്റിച്ച് ആ പാവപ്പെട്ടവന്മാർ മുദ്രാവാക്യം വിളിക്കുന്നവരെയൊക്കെ ജയിലിലാക്കി, അങ്ങനെ അവരുടെ കുടുംബം നശിപ്പിച്ച് ഇങ്ങനെ കുറെ സഖാക്കന്മാർ സൂഹിച്ച് നടക്കുക, ഈ അധികാരത്തിന്റെ തണലിൽ സുഖിച്ച് നടക്കുക. നിങ്ങൾ വിചാരിക്കുന്നത് അണികൾ എന്നും ഇങ്ങനെ അടിമകളായിട്ട് കഴിയും, നിങ്ങൾ പറയുന്നതെല്ലാം, നിങ്ങൾ ഛർദ്ദിക്കുന്നതെല്ലാം അവർ വാരി വലിച്ച് തിന്നുന്നുള്ളൊരു ഒരു തെറ്റായ ധാരണയാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങളെ നയിക്കുന്നത് അതാണ്. പക്ഷേ പലരും ഇപ്പം മനസ്സിലാക്കി വരുന്നുണ്ട്. അഡ്വക്കേറ്റ് അസ്ക, ഇന്നലെ പ്രധാനമന്ത്രി നെഞ്ചുവിരിച്ച് തന്നെയാണല്ലോ പറഞ്ഞത്. അതായത് ഈ മോഷ്ടിച്ച പണം അതെല്ലാം കണ്ടുകെട്ടിയിട്ടുണ്ട്, അതിൽ നിന്ന് തന്നെ ഈ നിക്ഷേപകർക്ക് കൊടുക്കുമെന്നൊരു വാഗ്ദാനം കൂടി അദ്ദേഹം മുന്നോട്ട് വെച്ചല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ED നടപടികൾ തുടങ്ങിയല്ലോ. അപ്പം പറയുന്ന വാക്ക് പാലിക്കുന്ന ഒരു പ്രധാനമന്ത്രിയുണ്ട്. ആ പ്രധാനമന്ത്രിയെ നിങ്ങൾ ഭയക്കുന്നു. ഞങ്ങൾക്കൊരു ഭയമില്ലെന്ന്. നിങ്ങളുടെ പ്രധാനമന്ത്രിക്ക് അങ്ങനെ, അല്ലെങ്കിൽ ഈ നിങ്ങളുടെ നേതാവ്, നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറ അഡ്വക്കേറ്റ് അസ്കർ. എന്റെ പ്രധാനമന്ത്രി മാത്രമല്ല, ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയാണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെയാണ്. പക്ഷെ അദ്ദേഹം അങ്ങനെ നിങ്ങൾ പറയുന്ന വാക്ക് പാലിക്കുന്ന വ്യക്തിയൊന്നല്ലല്ലോ. അങ്ങനെയായിരുന്നെങ്കിൽ ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് പറയുന്ന വാക്ക് പാലിക്കുന്നില്ല? എന്താ പാലിക്കാത്തത്? ബോണ്ടിന്റെ കാര്യത്തിൽ അത് പറയുമ്പോ നിങ്ങൾക്ക് കമാന്നൊരക്ഷരം മറുത്തു പറയാനില്ല. ഇലക്ട്രൽ ബോണ്ട് വിഷയം വരുമ്പോ ഞങ്ങൾ CPM-കാർ ഏതെങ്കിലും തരത്തിൽ അഴിമതി നടത്തിയിട്ടുണ്ട്, ഞങ്ങൾ കള്ളപ്പണം കാത്തു സൂക്ഷിക്കുന്നു എങ്കിൽ നിങ്ങളുടെ അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കട്ടെ. അന്വേഷിക്കുന്നുണ്ടല്ലോ. ഈ 81 അക്കൗണ്ടുകളെ കുറിച്ച് അന്വേഷിക്കുകയാണല്ലോ. കോടികൾ മറിഞ്ഞിട്ടുണ്ടല്ലോ. 22-ാം തീയതി MM വർഗീസ് പോണല്ലോ ഡോക്യുമെന്റ്സുമായിട്ട്. CPIM-ന് അങ്ങേക്ക് കൂടി അറിയാവുന്ന കാര്യം തന്നെയാണ്. പാർട്ടിയുടെ ബ്രാഞ്ച് തലം മുതൽ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിക്കും ലോക്കൽ കമ്മിറ്റിക്കും ഒക്കെ അതൊക്കെ പണ്ട് പഴയ കഥ. അതൊക്കെ പണ്ട്. ഇപ്പൊ മാറി അഡ്വക്കേറ്റ് അസ്കർ. പണം കണ്ടു കഴിഞ്ഞാൽ അപ്പൊ കമഴ്ന്നടിച്ച് വീഴും. ഒന്നുമില്ല. അങ്ങനെ കാണുന്ന ചിലരെങ്കിലും ഈ പാർട്ടിയിൽ ഉണ്ടെങ്കിൽ അവരുടെ സ്ഥാനമൊന്നും അങ്ങനെ അധികകാലം ഈ പാർട്ടി. ബ്രാഞ്ച് സെക്രട്ടറിമാരൊക്കെ എന്ത് ആസ്തിയാണ് അഡ്വക്കേറ്റ് അസ്കർ? താങ്കൾ ഒരു ശുദ്ധനായതുകൊണ്ട് അതോ എനിക്കറിയില്ല, ഇനിയിപ്പോൾ ഈ ഒരു പൊതുവേദിയിൽ പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണോ എന്നറിയില്ല. ബ്രാഞ്ച് സെക്രട്ടറിമാർ പോലും കോടികളുടെ ആസ്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അധികാരത്തിന്റെ തണലിൽ. അവരൊക്കെ ആരെയാണ് കണ്ടുപിടിക്കുന്നത്? ആരെയാണ് മാതൃകയാക്കുന്നത്? പിണറായി വിജയൻ്റെ കുടുംബത്തെ. പിണറായി ഇത്ര ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഇത്ര എങ്കിലും ഉണ്ടാക്കിക്കൂടാ എന്നുള്ള ചിന്തയാണ് അവരെ നയിക്കുന്നത്. അഡ്വക്കേറ്റ് അസ്കർ, ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. ഇതൊന്നും ഉണ്ടാക്കി പറയുന്നതോ അതിശയോക്തി കലർത്തി പറയുന്നതോ അല്ല. അങ്ങനല്ല. നിങ്ങൾക്ക് വിമർശിക്കുന്നതിന്, CPM-ന്റെ ആശയപരമായി നിങ്ങൾക്ക് എതിർക്കുന്നതിന്, കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ എതിർക്കുന്നതിന് നിങ്ങൾക്ക് ശേഷി കുറവാകുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾ ഇങ്ങനെ ദുരാരോപണങ്ങളും കള്ളക്കഥകളും കെട്ടുകഥകളും പറഞ്ഞുകൊണ്ടേയിരിക്കും. അത്തരത്തിലൊന്നാണ് കരിവന്നൂരിനെ സംബന്ധിച്ച്. കരിവന്നൂരിൽ തെറ്റുകൾ CPM-ന് പറ്റിയിട്ടുണ്ട്, CPM നേതാക്കന്മാർക്ക് പറ്റിയിട്ടുണ്ട്. എന്തുകൊണ്ട് CPM-ന്റെ നേതാക്കന്മാർ ഏതെങ്കിലും തരത്തിൽ കരിവന്നൂരിൽ നിന്ന് പണം അപഹരിച്ചു അല്ലെങ്കിൽ പണം സമ്പാദിച്ചു എന്ന് വരുത്തി തീർക്കാനുള്ള നിങ്ങളുടെ കരിവന്നൂരിലെ ജനങ്ങൾ പോലും വിശ്വസിക്കില്ലെന്നേ. ഒരു മിനിറ്റ് പ്രിന്റു കൈവക്കുന്നു. ഒറ്റ മിനിറ്റ് പ്രിന്റു. അസ്കർ സാർ, ഞാൻ തൃശ്ശൂരിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്.
ഇതിന് കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് CPM-ന് അതിന് പങ്കില്ല എന്ന് പറയാനുള്ള അങ്ങയുടെ തൊലിക്കെട്ടി ഒരുപക്ഷെ ന്യായീകരണത്തിന്റെ ഭാഗമായിട്ടായിരിക്കും സാർ. നിങ്ങളുടെ മുൻ മന്ത്രിയായിട്ടുള്ള AC മൊയ്തീന്റെ 38 ലക്ഷം രൂപയുടെ സ്വത്ത് ED കണ്ടുകെട്ടിയിട്ടുണ്ടോ? 90 കോടിയുടെ സ്വത്താണ് ഇതുവരെ ചാലഞ്ച് CPM-ന്റെ. ചെയ്തിട്ടില്ല. 28 ലക്ഷം. അതെ, 28 ലക്ഷം വടക്കാഞ്ചേരിയിലെ രൂപയുടെ കൗൺസിലർ FD അടക്കമുള്ള ഇതിന് ആളുകൾ. കോടതിയിൽ പോയോ? നിങ്ങളുടെ ബിജു സതീഷ് കുമാറിന് 5 ലക്ഷം മേടിച്ചിട്ടുണ്ട് സാർ. എന്തിനാ മേടിച്ചത്? കരുവന്നൂരിലെ തട്ടിപ്പ് കേസിലെ പ്രതിയിൽ നിന്ന് മുൻ MP നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ ആയിട്ടുള്ള ബിജു EDക്ക് കൊടുത്ത മൊഴിയിൽ 5 ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ട്. ഇത് സതീഷ് കുമാർ പറഞ്ഞതാണ്. എന്തിനു മേടിച്ചു? അപ്പൊ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള തട്ടിപ്പ് സംഘമായിട്ട് CPM ഇന്ന് മാറിയിട്ടുണ്ട്. ഇപ്പൊ തൃശ്ശൂരിൽ മാത്രം ഒരു അക്കൗണ്ടിൽ നിന്ന് 10 കോടി രൂപയാണ്. അതെ, അങ്ങനെയാണെങ്കിൽ 10 കോടി രൂപ എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് ഒരു വ്യക്തമാക്കണ്ടേ? കണക്ക് അങ്ങനെയുണ്ടൊരു മര്യാദ കാണിക്കണ്ടേ? എവിടെ നിന്നാണ് 10 കോടി രൂപ വന്നത്? നിങ്ങൾ എന്താ പറയുക, പക്കറ്റ് പിരിവ് നടത്തിയിട്ടാണെങ്കിൽ നിങ്ങൾ അത് പറയും. അസ്കർ സാർ പറയും ബക്കറ്റ് പിരിവ് നടത്തിയിട്ടാണോ 10 കോടി കിട്ടുക? അങ്ങനെ പറഞ്ഞോ, ഇലക്ഷൻ ബക്കറ്റ് പിരിവ് നടത്തി. അല്ലെ, ഞാൻ ഒരു നിമിഷം അങ്ങ് ഒന്ന് വഴങ്ങുമെങ്കിൽ ഞാൻ അതിന് മറുപടി പറയാം. CPM പല ഘട്ടങ്ങളിലും താഴെ തട്ട് മുതൽ സംസ്ഥാന കമ്മിറ്റി വരെയുള്ള ഘടകങ്ങളിൽ അക്കൗണ്ടുകളുണ്ട്. ആ അക്കൗണ്ടുകളെല്ലാം കേന്ദ്ര കമ്മിറ്റിക്ക് കണക്കുകൾ ബോധ്യപ്പെടുത്തുകയും ഓഡിറ്റ് ചെയ്യുകയും അത് എല്ലാ വർഷവും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ കണക്കുകൾ ബോധിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ ഈ പറയുന്ന 10 കോടിയാണെങ്കിലും തൃശ്ശൂരിൽ നിങ്ങൾ കരുവന്നൂർ സഹകരണ ബാങ്കിലോ തൃശ്ശൂരിലെ സഹകരണ ബാങ്കുകളിലോ ഉള്ള അക്കൗണ്ടുകളെ സംബന്ധിച്ച് കൃത്യമായി ഇലക്ഷൻ കമ്മീഷനിലെ അതിന്റെ കണക്ക് ഭാസ്കർ, ആദായ നികുതി വകുപ്പാണ് പരിശോധന നടത്തി ഇത് കണ്ടെത്തിയിരിക്കുന്നത്. നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ കൃത്യമായി ആദായ നികുതി അടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇടപാടൊക്കെ സുതാര്യമാണെങ്കിൽ അവർക്ക് പരിശോധന നടത്തുമോ സാർ? ബക്കറ്റ് പിരിവ് നടത്തിയിട്ട് പണം ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. കണ്ടുപിടിക്കണ്ടേ? നിങ്ങൾക്കത് പറയാലോ. അതെ, അതിനാണല്ലോ 22-ാം തീയതി തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് പോകേണ്ടത്. അതുകൊണ്ടാണല്ലോ രേഖകളുമായിട്ട് പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. കണക്കുകളുമായി സഖാവ് വർഗീസ് അവിടെ പോവും, ആ കണക്കുകൾ ബോധ്യപ്പെടുത്തും. ഒരു ഭയവും അക്കാര്യത്തിൽ CPM-ന് ഇല്ലെന്നേ. ഞങ്ങളുടെ കയ്യിൽ കണക്കുകളുണ്ട്. ആ കണക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതും നേരത്തെ വർഷാവർഷം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് കണക്കുകൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒറ്റക്കാര്യം കൂടി, എനിക്ക് ചർച്ച അവസാനിപ്പിക്കാൻ സമയം. ഒറ്റക്കാര്യം കൂടി അഡ്വക്കേറ്റ് അസ്ക, ഈ നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി കോടതിയിലോട്ട് പോകുമോ അതോ ED ഓഫീസിലേക്ക് വരുമോ വീണ? എനിക്കതാ അറിയേണ്ടത്. അല്ല, നിയമപരമായ എല്ലാ വഴികളും സ്വീകരിക്കണം എന്ന് തന്നെയാണ് ശ്രീമതി വീണ. അതെ അതെ അതെ. അപ്പോൾ താങ്കൾ ഒരു ഭാഗത്ത് പറയുന്നു ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നു, ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെയാണ് സർ കോടതി പോവാതെ ഇതെല്ലാം പെട്ടെന്ന് നടക്കട്ടെ. എന്തിനാണ് ED-യെയും SFI-യെയും കൊണ്ട് ഇങ്ങനെ ഓടിപ്പിക്കുന്നത്? എല്ലാം പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ, പൂർത്തിയാക്കട്ടെ. തെറ്റ് ചെയ്തില്ല പിന്നെ എന്തിനാ ഭയക്കുന്നത്? അങ്ങനെയല്ല, ഒരു ഇതിൽ തെറ്റിൻ്റെതല്ലല്ലോ. ജനാധിപത്യ രാജ്യത്തിൽ നിയമപരമായ ഒരു പൗരനുള്ള അവകാശം, ആ അവകാശം ഉപയോഗിക്കുന്നതിന് യാതൊരു തടസ്സമില്ല. ഇപ്പൊ ED ഒരു നോട്ടീസ് നൽകി നാളെ ED-യുടെ മുന്നാകെ ഹാജരാക്കണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആ അന്വേഷണത്തിന് ഏതെങ്കിലും തരത്തിൽ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ അപ്പലേറ്റ് അതോറിറ്റി അല്ലെങ്കിൽ അതിന് പോകാൻ കഴിയുന്ന സ്ഥലം എന്ന് പറയുന്നത് കോടതികളാണ്. കോടതിയിൽ വഴി അതിന്റെ നിയമവഴികൾ തേടുന്നതിന് യാതൊരു വിധമായിട്ടുള്ള തടസ്സവും അക്കാര്യത്തിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ നിയമപരമായി വഴി തേടണം. രാഷ്ട്രീയമായി പറയാനുള്ളത് ജനങ്ങളോട് പറയുകയും ജനങ്ങളോട് സംവദിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. വഴികൾ തേടണം എന്ന് തന്നെയാണ്. ഒരു മിനിറ്റ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഴിമതിക്കെതിരെയുള്ള സന്ധിയില്ലാത്ത സമരം നടത്തുന്ന കേന്ദ്ര സർക്കാരാണ്. ആ കേന്ദ്ര സർക്കാർ ഈ കേരളത്തിലെ ഇത്തരത്തിലുള്ള അഴിമതിയെ ഞങ്ങൾ വെറുതെ, പ്രത്യേകിച്ച് CPM വ്യവസ്ഥാപിതമായി സ്ഥാപനവൽക്കരിക്കപ്പെട്ട അഴിമതിയുടെ കുത്തരങ്ങാണ്. കാരണം നമുക്കറിയാം, കേരളത്തിൽ തന്നെ ആദ്യമായിട്ടൊരു 100 കോടിയുടെ അഴിമതി കേൾക്കുന്നത് SSL ലാവലിനാണ്. ലാവ്ലിൻ കേസ് മുതൽ ഇപ്പൊ നമുക്ക് SFI അന്വേഷിക്കുന്ന എക്സാലോജിക് വരെയുള്ള CPM-ന്റെ കപടമുഖം ഈ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഴിമതിയുടെയും അക്രമത്തിന്റെയും അരാജകത്തിന്റെയും പ്രധാനമായിട്ട് CPM മാറിയിട്ടുണ്ട്. കാരണം ഇന്ന് നമുക്കൊരു പല കാലത്ത് EMS നമ്പൂതിരിപ്പാടിനെയും EK നായനാരെയും ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് തന്റെ സ്വത്തും സമ്പാദ്യവും ഒക്കെ പാർട്ടിക്കും പ്രവർത്തകർക്ക് വേണ്ടി വിട്ടുകൊടുത്ത നേതാക്കന്മാർ എന്ന പേരിലാണ്. അതിൽ നിന്ന് പിണറായി വിജയനിലേക്കുള്ള പാർട്ടിയുടെ വലിയൊരു മാറ്റമുണ്ട്. ആ ഷിഫ്റ്റിംഗ് തന്നെയാണ് ഈ CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തെയും ഇടതുപക്ഷത്തിന്റെയും വാട്ടർലൂ ആകാൻ പോകുന്ന ഒരു ഇലക്ഷൻ കൂടിയായിട്ട് ഇത് മാറുന്നത്. കരുവന്നൂർ ആയിക്കോട്ടെ, സ്വർണ്ണക്കടത്തായിക്കോട്ടെ, എക്സാലോജിക് ആയിക്കോട്ടെ, ഈ കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യും. ഈ ചർച്ച ചെയ്ത കാര്യങ്ങൾ പ്രബുദ്ധരായ ജനങ്ങൾ തിരിച്ചറിയും. അത് ഇടതുപക്ഷത്തിനെതിരെയുള്ള ശക്തമായിട്ടുള്ള താക്കീതായിട്ട് ഈ കേരളത്തിൽ വോട്ടായിട്ട് മാറും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിക്കും മകൾക്കും പങ്കുണ്ടെന്നുള്ളത് ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയിൽ തന്നെ സംശയാതീതമായി തെളിഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1,72,00,000 രൂപയുടെ അവിഹിത ഇടപാട് മാത്രമല്ല, മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. കർത്തയെയും വീണയെയും ചോദ്യം ചെയ്താൽ മാത്രമേ അഴിമതിയുടെ ആഴവും
വ്യാപ്തിയും പുറത്തു വരൂ. മടിയിൽ കനമില്ലെങ്കിൽ ഇരുവരും ഇ ഡിക്ക് മുന്നിൽ ഹാജരാവേണ്ടതാണ്. ജന ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും